السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ നൽകട്ടെ. ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ ഇരു വീട്ടിലും വിജയിപ്പിക്കുമാറാവട്ടെ. ഖിറാദിൻ്റെ മൂന്നാമത്തെ പാഠാണ്. സീഗ വേണം, ഈജാബും ഖബൂലും വേണം. റബ്ബുൽ മാല്, സ്വത്ത് നൽകുന്ന സമ്പത്തിൻ്റെ ധനത്തിൻ്റെ ഉടമസ്ഥൻ, അയാളിൽ നിന്നാണ് ഈജാബ് വേണ്ടത്. ഇതിൽ ജോലി ചെയ്യുന്ന, കച്ചവടം ചെയ്യുന്ന വ്യക്തി ഖബൂലും ചെയ്യണം. വളരെ സിമ്പിൾ ഭാഗങ്ങളാണ്, അത് നമുക്ക് പറയാം. ബിസീഗത്തിൻ മിൻ ഈജാബിൻ മിൻ ജിഹത്തി റബ്ബിൽ മാൽ, ഉടമസ്ഥൻ്റെ. ഖാറൽതുക ആമൽതുക ഫീ കഥ, ഞാൻ നീയുമായി ഖിറാദ് നടത്തി, അല്ലെങ്കിൽ ആമൽതുക എന്നും പറയാം. മൂന്നാമത്തെ വാക്ക് ഖുദ് ഹാദിഹി ദറാഹിമ, ഈ ദിർഹം നീ വാങ്ങിക്കോ, വത്തജിർ ഫിഹ, കച്ചവടം ചെയ്തോ എന്ന് പറയാം. ഇത്തജറ, കച്ചവടം ചെയ്തോ, അതിൻ്റെ അമ്രാണ് ഇത്തജിർ, നീ കച്ചവടം ചെയ്തോ. നാലാമത്തെ വാക്ക് ഔ ബെ വസ്തരി അല അന്ന രിബഹ ബൈനന, ലാഭം നമുക്ക് രണ്ടാൾക്കും കൂടിയായിരിക്കും എന്ന നിബന്ധനയിൽ നീ വാങ്ങിക്കോ, വിറ്റോ എന്ന് പറയുക. ബാഅ ബിഉ ബെ ഇസ്തറ ഇസ്തരി ഇസ്തരി. പിന്നെ സീഗ വേണമെന്ന് പറയുമ്പോൾ ഈജാബ് വേണം, ഖബൂലിൻ ഫൗറൻ, ഉടനെ വേണം ഖബൂല്. മിൻ ജിഹത്തിൽ ആമിലി, ആമിലിൻ്റെ ഭാഗത്ത് നിന്ന്. ലഫ്ലൻ, വാക്കാൽ വേണം. അപ്പോൾ വാക്കാൽ ലഫ്ലും ഈജാബും ഖബൂലും വേണം. ഒരഭിപ്രായമുണ്ട്, വാക്കാൽ സമ്മതം നൽകിയാൽ പ്രവൃത്തി കൊണ്ട് സ്വീകരിച്ചാൽ മതി എന്നൊരഭിപ്രായമുണ്ട്. ഇപ്പോൾ വക്കാലത്തിൽ അങ്ങനെയാണല്ലോ, ഞാൻ നിന്നെ വക്കാലത്താക്കി എന്ന് പറയുമ്പോൾ സ്വീകരിക്കൽ നിർബന്ധമൊന്നുമില്ല, ആ പണി അങ്ങ് തുടങ്ങിയാൽ മതിയല്ലോ. വക്കീൽ ഒരഭിപ്രായമുണ്ട്, യക്ഫി ഫി സീഗത്തിൽ അംരി, അംറിൻ്റെ സീഗയിൽ മതിയാകും. ഉദാഹരണം, ഖുദ് ഹാദിഹി വത്തജിർ ഫീഹ, ഇത് നീ എടുത്തോ, ഇത് നീ പിടിച്ചോ, കച്ചവടം ചെയ്തോ. ഖുദ് ഹാദിഹി വത്തജിർ ഫീഹ, നീ എടുത്തോ, ഇതിന് കച്ചവടം ചെയ്തോ പോലെയുള്ള കൽപ്പനയുടെ വാചകത്തിൽ മതിയാകും. എന്ത്? ഒരഭിപ്രായം. അൽ ഖബൂലു ബിൽഫീലി, പ്രവൃത്തി കൊണ്ട് സ്വീകരിച്ചാൽ മതിയാകും. കമാഫിൽ വക്കാലത്തി, വക്കാലത്തിലുള്ളതുപോലെ. ഖബിൽതു എന്ന് പറയണം എന്നില്ല. പ്രബലം എന്താണ്? വാക്കുകൊണ്ട് തന്നെ ലഫ്ളൻ സ്വീകരിക്കണമെന്നതാണ്. മാലിക്ക്, ആമിലി, രണ്ട് കൂട്ടരാണല്ലോ ഇവിടെ ഉള്ളത്. വശറത്തുൽ മാലിക്കി വൽ ആമിലി, മാലിക്കിൻ്റെയും ആമിലിൻ്റെയും ഷർത്ത് കൽ മുവക്കിലി വൽ വക്കീലി, മുവക്കിൽ വക്കീലിൻ്റെ ഷർത്ത് പോലെയാണ്. വക്കാലത്താക്കുന്നയാൾക്ക് എന്തൊക്കെ നിബന്ധനയുണ്ടോ അതൊക്കെ തന്നെയാണ് മാലിക്കിൻ്റെ നിബന്ധന. വക്കീലിന് എന്തൊക്കെ നിബന്ധനയുണ്ടോ അതൊക്കെ തന്നെയാണ് ആമിലിൻ്റെ നിബന്ധന. അതായത് എന്താണത്? മുവക്കിൽ വക്കീലിനെ പോലെ മാലിക്കിൻ്റെയും ആമിലിൻ്റെയും ഷർത്ത് സിഹത്തു മുബാശറത്തിഹിമ അത്തസറുഫ, ഷർത്തു എന്നുള്ള മൂത്താൻ്റെ ഖബറാണ് സിഹത്തു, ശരിയാകണം എന്നുള്ളതാണ്. മുബാശറത്തിഹിമ, രണ്ടുപേരും നേരിട്ട് കൈകാര്യം ചെയ്യൽ. അത്തസറുഫ, മുബാശറത്തുഹുമ തസറുഫ, നേരിട്ട് കൈകാര്യ കർത്തവ്യം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നേരിട്ട് വിൽക്കാൻ പറ്റുന്ന ആൾക്ക് ഖിറാദിന് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആ നിബന്ധനയൊക്കെ, വക്കീലും വക്കീലുള്ള നിബന്ധനയൊക്കെ. ഇതിപ്പോൾ നേരിട്ടല്ലല്ലോ കൈകാര്യം ചെയ്യുന്നത്, ആമിലിനെ വെച്ചിട്ടോ വക്കീലിനെ വെച്ചിട്ടോ ഒക്കെയാണല്ലോ. ആമിലിനെ വെച്ചിട്ടും വക്കീലിനെ വെച്ചും കൈകാര്യം ചെയ്യണമെങ്കിൽ അതിൽ നേരിട്ട് കൈകാര്യം ചെയ്താൽ ശരിയാകുന്ന ആളായിരിക്കണം എന്നതാണ് നിബന്ധന. അടുത്തത് നമ്മൾ പറഞ്ഞു, ലാഭത്തിൽ പങ്കാളിത്തം വേണമെന്ന്. അത് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ആ ലാഭം ജുസ്ഇയ്യത്ത് കൊണ്ട് അറിയപ്പെടണം, പകുതി, കാല്, മുക്കാല്, അല്ലാതെ ഒരു പ്രത്യേക സംഖ്യ പറഞ്ഞിട്ട് ലാഭം കൊടുക്കാൻ പറ്റില്ല. നോക്കൂ, മാ ഷർത്തി റിബിഹിൻ ലഹുമ, ലാഭം മാലിക്കനും ആമിലിനും രണ്ടു പേർക്കുമായിരിക്കണമെന്ന നിബന്ധനയോടെ. ഫലാ യസിഹു അല അന്നലി അഹദിഹിമ റിബ്ഹ, ഒരാൾക്കാണ് ലാഭം എന്ന അടിസ്ഥാനത്തിൽ
ഇടപാട് സ്വഹീഹല്ല, അത്തരം ഖിറാദ് ഫാസിദാണ്. അതുപോലെ ആ ലാഭം വിസ്തറത്ത് കൗനുഹു മാലൂമ ബിൽ ജുസ്ഇയ്യത്തി, ഒരു ഭാഗം കൊണ്ട് അറിയപ്പെട്ടതാകൽ ഷർത്താണ്. കനിസ്ഫിൻ, പകുതി, 1/3 എന്നൊക്കെ. അത് പറയാതിരുന്നാൽ എങ്ങനെ പറഞ്ഞു? ലാഭം നമുക്ക് 2 പേർക്കും കൂടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പകുതി പകുതി എന്നാണ്. അതല്ലെങ്കിൽ ഒരു തിരിയാത്ത ഭാഷയിൽ പറഞ്ഞു 10/1, 6/1, 4/1 അത് മതി, പിന്നെ കണക്കൂട്ടിയാൽ മതിയല്ലോ. പറയുമ്പോൾ തിരിയൊന്നുമില്ല, അത്രേ 10/1, 6/1, 4/1, 8/1 എന്നൊക്കെ പറഞ്ഞാൽ ഈ കേൾക്കണാക്കും പറയണാക്കും ചിലപ്പോൾ തിരിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ പിന്നീട് കാൽക്കുലേറ്റർ കണക്കൂട്ടിയേക്ക് മതി, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. വലൂക്കാല, ഒരാൾ പറഞ്ഞു കാറൽ തുക, ഞാൻ നീയുമായി ലാഭക്കൂർ കച്ചവടം നടത്തിയിരിക്കുന്നു. അല അന്ന റിബ്ഹ ബൈനന, ബൈനന എന്നുള്ളതാണ് അവിടെ വിഷയം. ലാഭം നമുക്കിടയിലായിരിക്കും എന്ന നിബന്ധനയിൽ എന്ന് പറഞ്ഞാൽ സ്വഹിയാകും. പക്ഷേ മുനാസ്വഫത്തൻ, നിസ്ഫായിട്ട്, പകുതി പകുതിയായിട്ട്. അല്ലെങ്കിൽ എന്ത് പറഞ്ഞു? ഔക്കാല അല അന്നലക്ക റുബ്അ സുദുസിൽ മുശ്രി, മുശ്രി എന്ന് പറഞ്ഞാൽ 10/1, സുദുസ് പറഞ്ഞാൽ 6/1, റുബു എന്ന് പറഞ്ഞാൽ 4/1. അപ്പോൾ മൊത്തം സ്വത്തിൻ്റെ 10/1, 6/1, 4/1 നിനക്കുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് നടത്തിയതെങ്കിൽ സ്വഹിയാകും. വൈലം യഅലമാഹു ഇൻദൽ അഖ്ദി, ഇടപാട് നടത്തുമ്പോൾ 2 പേർക്കും അത് എത്രയാണ് എന്നറിയില്ലെങ്കിലും, കാരണം എന്താ? ലിസുഹൂലത്തി മാരിഫത്തിഹി, അതറിയാൻ എളുപ്പമാണ്, അതറിയാന്നുള്ളത് എളുപ്പമാണ്. നോക്കൂ, അതെങ്ങനെ? ജുസുമിയത്തൈനി 40 ജുസ്അൻ, ഒരു സാധനത്തിനെ 240 ഭാഗമാക്കിയാൽ ഒരു ഭാഗത്തിൻ്റെ പേരാണ് ഇത് 10/1, 6/1, 4/1. എളുപ്പമാണ്, കാൽക്കുലേറ്റർ എടുത്ത് കുളിച്ചാൽ മതി. ഒരു സാധനത്തിൻ്റെ 10/1, 6/1, 4/1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സാധനത്തിന് 240 കൊണ്ട് ഹരിച്ചാൽ അതിൻ്റെ ഒരു ഭാഗത്തിനാണത് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് 100ൻ്റെ 10/1 എത്രേ? 10. 10ൻ്റെ 6/1 എത്രേ? കണക്കൂട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും അല്ലേ? 600ൻ്റെ 10/1 എത്രേ? 600ൻ്റെ 10/1 60. അപ്പം 10/1. പിന്നെ അതിൻ്റെ 6/1 എത്രേ? 60ൻ്റെ 6/1 10. 10ൻ്റെ 4/1 എത്രേ? 10ന് 4 ഒരിച്ചാൽ എത്ര ഉണ്ടാവുക? 2.5. അപ്പം 600ൻ്റെ 10/1 6/1 4/1 എന്ന് പറഞ്ഞാൽ 2.5 റുപ്യാണ്. അതെ, അപ്പം നിങ്ങൾ 600നെ 240 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് 2.5. അപ്പോൾ ഇനി പറയാണ് വളരെ ശുരിത്തരി അഹദിഹിമായ അശ്രത്തിന്. അപ്പോൾ ഒരാൾക്ക് 10 റുപ്യ എന്ന് ലാഭം വെച്ചു. അത് നിസ്ഫു റിബഹു സിൻഫിൻ, അല്ലെങ്കിൽ ഇടപാട് നടത്തുന്ന വിഭാഗത്തിലെ ഒരു വകുപ്പിൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ കറക്കീക്ക്, ഈ വിൽക്കുന്ന സാധനത്തിന് അരിൻ്റെ ലാഭം എന്ന് പറഞ്ഞു. അരിയും എല്ലാ സാധനവും കച്ചവടത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട് ഖിറാദിന് വേണ്ടി. അതിൽ ഒരു സാധനത്തിൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ അതാ സിൻഫ്, ഒരു വിഭാഗത്തിൻ്റെ ഒരു സാധനത്തിൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ സിൻഫ് പറഞ്ഞ ഇനം എന്നാണ്, നിസ്ഫ് എന്ന് പറഞ്ഞാൽ പകുതി എന്നാണ്, സിൻഫ് എന്ന് പറഞ്ഞാൽ ഇനം, ഒരു ഇനത്തിൻ്റെ ലാഭം എന്ന് പറഞ്ഞു. മൊത്തം കച്ചവട സാധനത്തിൻ്റെ ലാഭമാണ് കൊടുക്കേണ്ടത്. ഫസദൽ ഖിറാദ് ഫാസിദാണ്, കാരണം ജുസ്ഇയ്യത്ത് കൊണ്ട് അറിയാമെന്നുള്ള നിബന്ധന പാലിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിബന്ധന പാലിക്കാത്ത ഖിറാദ് ഫാസിദായ അസാധുവായ ഖിറാദ് എന്നാണ് പറയുക. അങ്ങനെ നടത്തിയാൽ അതിൻ്റെ ഇടപാടുകളൊക്കെ സ്വഹിയാണ്. പക്ഷേ ലാഭം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അയാൾക്ക് പ്രതിഫലമാണ് കിട്ടുക. ഒരു ആമിലിൻ ഫി അഖ്ദി ഖിറാദിൻ ഫാസിദിൻ, ഫാസിദായ ഖിറാദിൻ്റെ ഇടപാടിൽ ആമിൽ ജോലി ചെയ്ത ആൾക്ക് ലഭിക്കുക അജ്റു മിസിലിൻ, സാധാരണ കൂലിയാണ്, ലാഭമല്ല കിട്ടുക. അതായത് വൈലമിക്കുൻ റിബഹുൻ, ലാഭം ഇല്ലെങ്കിൽ പോലും എന്താണ് അവന് പ്രതിഫലം കിട്ടുന്ന? അവനത്തെ പണി വെറുതെ ചെയ്യാൻ പാടില്ലല്ലോ. ലിഅന്നഹു ആമില, കാരണം അവൻ പണി ചെയ്തത് താമിഅൻ ഫിൽ മുസമ്മ, പ്രതിഫലത്തിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് പണി ചെയ്തത്. അപ്പോൾ ആ പൈസ കിട്ടിയില്ല. അപ്പോൾ പിന്നെ അവനെടുത്ത പണിൻ്റെ സാധാരണ കൂലി എത്രയാണ് അത് കൊടുക്കണം.
അപ്പോൾ ഒരാൾ കച്ചവടത്തിന് ഏൽപ്പിച്ചു. കച്ചവടത്തിന് ഏൽപ്പിച്ചപ്പോൾ മോനോട് പറഞ്ഞത്, നിനക്ക് ഞാൻ ഒരു 10,000 റുപ്യ കൊടുത്തിട്ട് ഓരോ ആയിരത്തിനും 10 രൂപക്കും 12 രൂപ എനിക്ക് തരണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലാഭം ഉണ്ടായാലും ലാഭമില്ലെങ്കിലും ഓരോ 10 രൂപക്ക് എന്ത് ചെയ്യണം, 12 രൂപ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. ലാഭം ഉണ്ടായാലും ലാഭമില്ലെങ്കിലും ഞാൻ തരുന്ന ഓരോ 10 രൂപക്കും നീ 12 രൂപ ലാഭം തരണം. 12 രൂപ എനിക്ക് തരണം. അപ്പോൾ 2 രൂപ ലാഭം. നിനക്ക് ലാഭം ഉണ്ടായാലും മതി, നഷ്ടമായാലും പാടില്ല. ഇനി ലാഭം എത്ര ഉണ്ടായാലും എനിക്ക് 10ന് 2 എന്ന രീതിയിൽ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ശരിയാവില്ല. കാരണം 3-1 4-1 ഈ രീതിയിൽ എന്താക്കാൻ പറ്റുള്ളൂ, ലാഭം നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അതാണ് ഷെയ്ഖുന ബഹുമാനപ്പെട്ട മുസന്നിഫിൻ്റെ ഉസ്താദ് ഇബ്നു സിയാദ് റഹിമഹുള്ള പറയുന്നത്. അത്തരം ഖിറാദ് നടത്തിയാൽ അത് അസാധുവായ ഖിറാദാണ്. അതിനെടുത്ത പണിക്ക് കൂലിയാണ് കൊടുക്കേണ്ടത്. നോക്കൂ, വമിനൽ ഖിറാദിൽ ഫാസിദി, അസാധുവായ ഖിറാദിൽപ്പെട്ടതാണ് അലാമ അഫ്താബിഹി ഷെയ്ഖുന ഇബ്നു സിയാദ് റഹിമഹുല്ല, ഷെയ്ഖുന ഇബ്നു സിയാദ് റഹിമഹുല്ല ഫത്വ നൽകിയത് പ്രകാരം ഒരു ഇടപാട് എഴുത്താദഹു ബാഗുനാസി, ചില ആളുകളത് പതിവായി ചെയ്യുന്നുണ്ട്. എഴുത്താദ പതിവായി ചെയ്തു. എന്താണത്? മിൻ ദഫ്ഇ മാലിൻ ഇലാ ആഖറ, മറ്റൊരാൾക്ക് പൈസ നൽകുന്നു, ധനം നൽകുന്നു. എന്താ നിബന്ധന? ബിശർത്തിയ യറുദ്ദലഹു ലികുല്ലി അശറത്തിൻ 12, ഓരോ 10നും 12 തിരിച്ചു നൽകണമെന്ന നിബന്ധനയോടെ. റദ്ദന തിരിച്ചു നൽകി. ഇൻ രബിഹ ഔ ഖസിറ, ലാഭമുണ്ടായാലും നഷ്ടമുണ്ടായാലും. ഇത് ഫാസിദായ അഖ്ദാണ്. ആയതിനാൽ ഫലാ യസ്തഹിഖുൽ ആമിലു, ഇവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്ക് അർഹതയില്ല, ഇല്ല ഉജറത്തൽ മിസ്രി, എടുത്ത പണിക്കുള്ള കൂലി അല്ലാതെ അർഹതയില്ല. കൂലി കിട്ടും. അപ്പോൾ ലാഭവും നഷ്ടമൊക്കെ എത്ര കിട്ടിയാലും എത്ര ലാഭം ഉണ്ടായാലും ജമീഉർ റിബിഹി, മുഴുവൻ ലാഭവും അതിൽ ഖുസ്റാനും നഷ്ടവും അലൽ മാലിക്ക് ഉടമസ്ഥന് വഹിക്കേണ്ടതാണ്. ഓക്കെ, അത് ഉടമസ്ഥനാണ് വഹിക്കേണ്ടത്. ലാഭം ഇനി 10ന് 25,000 കിട്ടിയെങ്കിൽ 25 കിട്ടിയെങ്കിൽ ആ ലാഭം മാലിക്കിന് കൊടുക്കണം. ഇവന് പണിയെടുത്ത കൂലിയാണ് കൊടുക്കേണ്ടത്. ശരി, അപ്പോൾ ഇതൊക്കെയാണ് ആമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാനൊരു വട്ടം കൂടെ അർത്ഥം വെക്കുക. വളരെ സിമ്പിൾ പാടാണ്, എന്നാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന ഉദ്ദേശത്തോടു കൂടെ ഞാൻ വീണ്ടും പറയണം. ബിസീഗത്തി മിൻ ഈജാബി മിൻ ജിഹത്തി റബ്ബിൽ മാലി, സ്വത്തിൻ്റെ ഉടമസ്ഥനിൽ നിന്നുള്ള ഈജാബോട് കൂടെ മാത്രമേ ഖിറാദു സഹിയാകൂ. അതിൻ്റെ ഉദാഹരണം ഖാറത്തുക ആമൽതുക ഫീ കദ, 3 ഖുദ് ഹാദിഹി ദറായിമ വത്തജിർ ഫീഹ, 4 ബിഅ വഷ്തരി അലാ അന്ന റിബഹ ബൈനന എന്നതൊക്കെയാണ്. പിന്നെ ഖബൂലിൻ ഫൗറൻ മിൻ ജിഹത്തിൽ ആമിലി ലഫ്ദൻ, ആമിലിൻ്റെ ഭാഗത്തുനിന്ന് വാക്കാൽ ഉടനെ സ്വീകരിക്കുകയും വേണം. ഒരഭിപ്രായമുണ്ട്, യക്ഫി സീഗത്തിൽ അംരി, കച്ചവടം ചെയ്യാൻ കൽപ്പിക്കുന്ന വാചകത്തിൽ മതിയാകും. ഖുദ് ഹാദിഹി വത്തജിർ ഫിഹ പോലെയുള്ള, ഇത് നീ വാങ്ങിക്കോ കച്ചവടം ചെയ്ത പോലെയുള്ള ആ സീഗയിൽ അൽ ഖബൂലു ബിൽഫിഅലി, പ്രവൃത്തി കൊണ്ടുള്ള സ്വീകാര്യത മതിയാകും. അത് കച്ചവടം ചെയ്യാൻ ആരംഭിച്ചാൽ മതി, വക്കാലത്തിലുള്ളത് പോലെ. പിന്നെ മാലിക്കിൻ്റെയും ആമിലിൻ്റെയും ഷർത്ത്, മുവക്കിലിൻ്റെയും വക്കീലിൻ്റെയും ഷർത്ത് പോലെ സിഹത്ത് മുബാശറതിഹിമ തസ്റുഫ്, അവർക്ക് നേരിട്ട് ഇടപാട് നടത്താൻ പറ്റുന്നതായിരിക്കണമെന്നതാണ്. പിന്നെ ആ ഷർത്തി റിബിഹില്ലോമ, ഈ ഖിറാദ് ശരിയാകണമെങ്കിൽ ലാഭം 2 പേർക്കുമായിരിക്കണം. അപ്പോൾ ഫലാ യസീനു അലാ അന്ന യഹ്ദിഹിം, ഒരാൾക്ക് ലാഭം എന്ന അടിസ്ഥാനത്തിൽ ഖിറാദ് സ്വഹിയല്ല. വൈസ്തറത്ത് കൗനുഹു മഅലൂമൻ ബിൽ ജുസ്, ലാഭം ഒരു ആനുപാതികം കൊണ്ട് അറിയപ്പെട്ടതായിരിക്കണം, ഒരു ജുസ്ഇയ്യത്ത് കൊണ്ട്, പകുതി 1/3 എന്നൊക്കെ. വലോ കാല, ഒരാൾ പറഞ്ഞു ഖാറത്തു കാലാന റിബഹ ബൈനന, ലാഭം നമുക്കിടയിൽ എന്ന് പറഞ്ഞാൽ സഹിയാണ്, പക്ഷേ മുനാസബത്തിന് പകുതിയായിട്ട്. ഇനി പറഞ്ഞു അല അന്ന ലക്ക റിബഹ റുബ സുദുസിൽ ഉശ്രി എന്ന് പറഞ്ഞാൽ 10-1, 6-1, 4-1 നിനക്ക് ലഭിക്കും, ബാക്കി എനിക്കെന്ന് പറഞ്ഞാൽ അപ്പോഴും സഹിയാകും. വൈലം യാലമാഹു, അതെത്രയാണ് എന്നറിയില്ലെങ്കിലും ഇടപാട് നടത്തുമ്പോൾ. എന്താ സ്വഹിയാവെന്ന് പറയാൻ കാരണം? സുഹൂലത്തി മാരിപ്പത്തി, അറിയൽ എളുപ്പമാണ്. എത്രയാണ് ഈ സാധനം, എത്രയാണ് വരിക? ജുസ് ഉമ്മിൻ മിയത്തൈനി വാർബൈൻ, 240-ൽപ്പെട്ടൊരു ഭാഗമാണ്. ജുസ് അൻ ഉമ്മിൻ മിയത്തൈനി വാർബൈൻ ജുസ്.
വലോ ശരിയത്തെ രഹദിഹിമ അശ്രത്തുൻ. ഇനി ഒരാൾക്ക് 10 എന്നോ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ഇനങ്ങളിൽ ഒന്നിൻ്റെ പകുതി എന്നോ ഷർത്ത് വെച്ചാൽ, ഒന്നിൻ്റെ ലാഭമെന്നോ ഷർത്ത് വെച്ചാൽ ഇടപാട് ഫാസിദാണ്. ഒരു ആമിലിൻ ഫി അഖ്ദി ഖിറാദിൻ ഫാസിദിൻ ഉജറത്ത് മിസ്ലിൻ. അസാധുവായ ഖിറാദ് ഇടപാടിൽ കച്ചവടക്കാരന് കിട്ടുന്നത് ഉജറത്ത് മിസ്ലാണ്. വൈലമിക്കുൻ രിബഹുൻ, ലാഭമല്ലെങ്കിൽ പോലും. യന്നഹു ആമില, കാരണം അവൻ ജോലി ചെയ്തത് താമിഅൻ, ആഗ്രഹിച്ചുകൊണ്ടാണ്. തമാ എന്നാണ് ആഗ്രഹിച്ചു. ഫിൽ മുസമ്മ, നേരത്തെ പറയപ്പെട്ട സംഖ്യയിൽ. ഒമിനുൽ ഖിറാദിൽ ഫാസിദ് അലാമ അഫ്താബിഹി ഷെയ്ഖുനാ ബിസ്നാദ് റഹ്മഹുല്ലാ. ഫാസിദായ അഖദിൽപ്പെട്ടതാണ് മഅതാദുഹു ബാദുൻ നാസി. അതെന്താണത്? ചില ആളുകൾ നടത്തി വരുന്ന പരിപാടി. മിൻ ദഫ്ഇ മാലിൻ ഇലാ ആഖറ, പൈസ ഒരാൾക്ക് നൽകുന്നു. ബിശർത്തിൻ യറുദ്ദ ലഹു ലികുല്ലി അശ്റത്തിൻ ഇസ്നി അശ്റ. അയാൾക്ക് നൽകുന്ന ഓരോ 10നും 12 തിരിച്ചു നൽകണം, ലാഭിച്ചാലും നഷ്ടിച്ചാലും എന്ന് പറഞ്ഞാൽ ഫലാ യസ്തഹിഖുൽ ആമിലു ഇല്ലാ ഉജ്റത്തൽ മിസ്ലി. അവിടെ ആമിലിന് എടുത്ത പണിയുടെ കൂലിയല്ലാതെ അർഹതയില്ല. ലാഭവും നഷ്ടമൊക്കെ ഉടമസ്ഥന് വഹിക്കേണ്ടതാണ്. ശരി. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.